ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് ബോർഡിലെ റെസിസ്റ്റർ എന്ന കമ്പോണൻറ്റിനെ കുറിച്ചാണ്. സ്ക്രീനിൽ കാണുന്നത് പോലെ പല കമ്പോണൻറ്റുകളും കൂടി ചേർന്നാണ് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടാകുന്നത്. ഇതിൽ പ്രധാനിയാണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞ കമ്പോണൻറ്റ്. റെസിസ്റ്ററിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വൈദ്യുതിയുടെ ഒഴുക്കിനെ പ്രതിരോധിച്ച് കടത്തിവിടുക എന്നുള്ളതാണ്. ഇത്രവരെ നമ്മൾ സ്ക്രീനിൽ കണ്ട റെസിസ്റ്റർ ത്രൂ ഹോൾ ബോർഡിൽ വരുന്ന റെസിസ്റ്ററാണ്. പുതുതായി വരുന്ന എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിലും SMD കമ്പോണൻസ് ആണ് കൂടുതലായും കണ്ടുവരുന്നത്. അതുപോലുള്ള SMD ബോർഡുകളാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. SMD കണ്ടുപിടിച്ചതോടുകൂടി ഇപ്പോൾ കണ്ടുവരുന്ന മിക്ക ഇലക്ട്രോണിക് ഡിവൈസസും വളരെ വലുപ്പം കുറഞ്ഞു വന്നു. വീഡിയോയിൽ ആദ്യം കാണിച്ച ത്രൂ ഹോൾ റെസിസ്റ്റർ പോലെ തന്നെ പ്രവർത്തിക്കുന്ന SMD റെസിസ്റ്ററാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. രൂപത്തിലും വലുപ്പത്തിലും പഴയതിൽ വെച്ച് വളരെയധികം വ്യത്യാസം വന്നു SMD റെസിസ്റ്റർ മനസ്സിലാക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് 2 ലെഗുകൾ ലെഡ് കോട്ടഡ് ആയിരിക്കും. മുകൾ ഭാഗം കളറായിരിക്കും, ബാക്കി ഭാഗങ്ങൾ വെള്ളയുമായിരിക്കും. കൂടുതലായും കറുപ്പിലാണ് ഈ റെസിസ്റ്റർ കണ്ടുവരുന്നതെങ്കിലും മറ്റ് കളറുകളിലും ഈ റെസിസ്റ്റർ കാണാറുണ്ട്. മറ്റ് കമ്പോണൻറ്റുകളെ അപേക്ഷിച്ച് ഇതിന് ഉയരം കുറവായിരിക്കും. വലിയ ബോർഡുകൾ റെസിസ്റ്ററിന് മുകളിൽ എഴുതിയിട്ടും കാണാൻ പറ്റും. എന്നാൽ മൊബൈൽ ഫോണുകളുടെ ബോർഡുകളിൽ ഇതുപോലെ എഴുതി കണ്ടുവരാറുമില്ല. അതിൽ തന്നെ വളരെ ചുരുക്കമായി വലിയ റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ മാത്രം എഴുതി കാണപ്പെടാറുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.